കോട്ടയത്തെ ഇടതുകോട്ടയായ വൈക്കം പിടിച്ചെടുക്കാനായതിൽ UDFിന്റെ ആഹ്ലാദം ചെറുതൊന്നുമല്ല. പൂർണ്ണമായും ജനപക്ഷത്തു നിന്നുള്ള വികസനം യാഥാർത്ഥ്യമാക്കുമെന്നും കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും ടൂറിസം മേഖലയുടെ വളർച്ചയ്ക്കും പ്രധാന പരിഗണന നൽകുമെന്നും നിയുക്ത വൈക്കം MLA കെ ബിനിമോൻ അമൃത വാർത്തകളോട് പറഞ്ഞു. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നപ്പോൾ തന്നെയും വിജയം പ്രതീക്ഷിച്ചിരുന്നുവെന്നും ബിനിമോന്റെ കുടുംബവും പ്രതികരിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയത്തെ 9 മണ്ഡലങ്ങളിലും UDF വിജയിച്ചു. ഈ ജില്ലയിലെ ഏറ്റവും തിളക്കമാർന്ന വിജയം ഏതെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ അത് വൈക്കത്തേത് തന്നെയെന്നത് പറയേണ്ടിയിരിക്കുന്നു. കാരണം LDFിൻ്റെ ഒരു ഉറച്ച കോട്ട എന്ന് എപ്പോഴും വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന വൈക്കം ഇത്തവണ കെ ബിനിമോൻ എന്ന കോൺഗ്രസ് നേതാവ് വലിയ ഒരു പോരാട്ടത്തിലൂടെ പിടിച്ചെടുത്തിരിക്കുകയാണ്. കെ ബിനിമോനും അദ്ദേഹത്തിൻ്റെ ഫാമിലിയുമാണ് നമ്മളോടൊപ്പമുള്ളത്. എങ്ങനെ വിലയിരുത്തുന്നു ഇപ്പോൾ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ അടുത്ത ഒരു മന്ത്രിസഭാ രൂപീകരണത്തിൻ്റെ ഘട്ടത്തിലേക്കൊക്കെ കടക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ കഴിഞ്ഞ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പോരാട്ടത്തെ മൊത്തത്തിൽ എങ്ങനെ കാണുന്നു? വളരെ സന്തോഷമുണ്ട്. വൈക്കത്തപ്പൻ്റെ ഈ നാട്ടിൽ, വൈക്കത്തം എന്ന പുണ്യഭൂമിയിൽ വൈക്കത്തെ ജനത ഒരു വലിയ മാറ്റം, ഒരു വികസനത്തിൻ്റെ മാറ്റം ആഗ്രഹിച്ചതിൻ്റെ ഭാഗമായി ആണ് എന്നെ അവർ ചൂസ് ചെയ്തത്. വളരെ സന്തോഷം, അവരോട് ഹൃദയപൂർവ്വമുള്ള നന്ദി അവരോട് അറിയിക്കുകയാണ് ഈ സമയത്ത്. തീർച്ചയായും വൈക്കത്തെ വിജയം ഞങ്ങൾ തുടക്കം മുതൽ അവസാനം വരെ ഓരോ പ്രവർത്തകനും സജീവമായി ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ വിജയം. തീർച്ചയായും ഇത്തവണ വൈക്കത്തെ ജനത മുഴുവൻ എൻ്റെ ഒപ്പം നിന്നു എന്നുള്ളത്, അത് തീർച്ചയായും ഞാൻ വലിയ കടപ്പാടോടുകൂടി അവരോടൊപ്പം എന്നും അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളും എന്നുള്ളത് ഉറപ്പാണ്. ടീം UDF എന്നുള്ള ഒരു പ്രവർത്തനം ഉണ്ടായിരുന്നു, എന്നാൽ പോലും ഒരു ടെൻഷൻ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? സത്യം പറഞ്ഞാൽ ഒരു ടെൻഷനും ഇല്ലായിരുന്നു. എനിക്ക് നല്ല ആത്മവിശ്വാസമായിരുന്നു. എൻ്റെ വൈക്കത്തെ ജനത എന്നെ കൈവിടിയാലെന്ന് തന്നെ ഒരു ഉത്തമ ബോധ്യം ആദ്യം മുതൽ അവസാനം വരെ എനിക്കുണ്ടായിരുന്നു. അത് കൈമുതലാക്കി പിടിച്ച് തന്നെയാണ് ഞാൻ മുമ്പോട്ട് പോയിട്ടുള്ളത്. അതുകൊണ്ട് തീർച്ചയായും എനിക്കൊരു ഭയമോ വെയിലോ മഴയോ ഒന്നും ഞാൻ കണക്കാക്കിയിട്ടില്ല. എൻ്റെ മുമ്പിൽ ഒരൊറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ, എനിക്ക് വിജയം ഉറപ്പാക്കണം. വൈക്കത്ത് ഒരു മാറ്റം ഉണ്ടാക്കാൻ എനിക്കൊരു അവസരം ഉണ്ടാവണം. അത് എൻ്റെ പ്രിയപ്പെട്ട വൈക്കത്തെ ജനങ്ങളോടൊപ്പം നിന്ന് തന്നെ അത് ചെയ്യാൻ ഒരവസരത്തിനായി ഏതറ്റം വരെയും ഉള്ള കഷ്ടപ്പാടിനും ബുദ്ധിമുട്ടിനും ഞാൻ തയ്യാറായിരുന്നു എന്നുള്ളതാണ്. അതിനൊപ്പം തന്നെ എൻ്റെ കൂടെ ആത്മാർത്ഥമായി ഒട്ടനവധി എൻ്റെ സുഹൃത്തുക്കളുണ്ട്. അത് വിവിധ സംഘടനയിൽപ്പെട്ട ഒരാളെ ഞാൻ മാറ്റി നിർത്തുന്നില്ല. അത് ജാതി മത ഭേദമന്യേ, രാഷ്ട്രീയ ഭേദമന്യേ മുഴുവൻ ജനതയും എന്നെ ഹൃദയത്തോട് ചേർത്ത് നിർത്തി എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ കെ ബിനിമോൻ്റെ ഭാര്യ ജോളി, അതുപോലെ മക്കളായ ഭവ്യശ്രീ, ഭാഗ്യശ്രീ രണ്ടുപേരുമുണ്ട്. അപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിത്വമൊക്കെ പ്രഖ്യാപിച്ച ശേഷം എത്രത്തോളം പ്രതീക്ഷയായിരുന്നു ഉണ്ടായിരുന്നത്? പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം 100-101% നല്ല വിജയം കൈവരിക്കുന്നുള്ള പ്രതീക്ഷ തന്നെയായിരുന്നു. അതിനുള്ള എല്ലാ സപ്പോർട്ടുകളും ഞങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ ഞങ്ങൾക്കറിയാം. കാരണം ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുന്ന ഒരാളെന്ന നിലയിൽ ഞങ്ങളെല്ലാ സപ്പോർട്ടും കൊടുക്കാറുണ്ട്. അപ്പോൾ വിജയപ്രതീക്ഷ എന്തായാലും ഞങ്ങൾ വിചാരിച്ചെന്ന് തന്നെയാണ്. ഞാനും ഇതിൻ്റെതായിട്ട് വർക്കിന് പോകുമായിരുന്നു. രാവിലെ 7 മണി തൊട്ട് വൈകുന്നേരം 7:30-8 മണി വരെ ഇതിനായിട്ട് പ്രവർത്തിക്കുന്നു. അപ്പം നല്ല പ്രതീക്ഷയായിരുന്നു ജയിക്കുന്നുള്ളത്. ഉദയനാപുരംകാരിയാണ്, അപ്പോൾ അവിടെ കുറേ ബന്ധങ്ങളും കുടുംബവും ഒക്കെ ഉണ്ട്, കുറേ പരിചയമുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ഉദയനാപുരത്തൊക്കെ വലിയൊരു സപ്പോർട്ട് തന്നെയായിരുന്നു എന്ന് തോന്നുന്നല്ലേ? തീർച്ചയായും. നമ്മൾ എല്ലാവരും പറയും ഉദയനാപുരം LDFിൻ്റെ കോട്ടയാന്നൊക്കെ പറയും. പക്ഷേ എന്നാലും എല്ലാ ജനങ്ങളും നമ്മൾക്ക് നല്ല രീതിയിൽ നമ്മൾ സഹായിച്ചതുകൊണ്ട് ദൈവത്തിൻ്റെ എല്ലാ സഹായവും പ്രാർത്ഥന എല്ലാം കൊണ്ട്, എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ടാണ് നമ്മൾ വിജയിച്ചേക്കുന്നത്. നല്ല പ്രതീക്ഷയായിരുന്നു. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ, അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച ശേഷം പിന്നെ ഒരുപക്ഷെ ബിനിമോനെ കാണാനേ കിട്ടിയിട്ടുണ്ടാവില്ലെന്ന് കരുതുന്നത്. അപ്പോൾ വീട്ടിലെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് മാനേജ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞോ? തീർച്ചയായും. നമ്മളത് ശീലമാണ്, ഞങ്ങൾക്കറിയാം. അതായത് ജനങ്ങൾക്ക് വേണ്ടി എന്തായാലും ഇറങ്ങി തിരിച്ച ഒരാളാണ്. അപ്പോൾ ആ ഒരു നിലയിൽ അതേപോലെ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ. ഞങ്ങൾക്ക് അങ്ങനെ ബുദ്ധിമുട്ടുകൾ അങ്ങനെ ഇല്ല. പക്ഷേ എല്ലാ സപ്പോർട്ടും മക്കളാണെങ്കിലും അതെല്ലാം ഉൾക്കൊണ്ട് തന്നെ ജീവിക്കുന്ന ഒരു രീതിയാണ് ഞങ്ങൾക്കിടയിലുള്ളത്. മക്കളായ ഭവ്യശ്രീ, ഭാഗ്യശ്രീ രണ്ടുപേരുമുണ്ട്. അപ്പം ഈ സ്കൂളിൽ ഒക്കെ അവധിക്കാലമൊക്കെ ആയിരുന്നു, എന്നാലും കൂട്ടുകാരുടെയൊക്കെ അടുത്ത് അച്ഛന് വേണ്ടി വോട്ട് ചോദിക്കുകയൊക്കെ ചെയ്തോ? ചെയ്തു. അവർ പറയുകയൊക്കെ ചെയ്തായിരുന്നു. എങ്ങനെ ആളുകളുടെയൊക്കെ ഭാഗത്തുനിന്നുള്ള, കൂട്ടുകാരുടെ അടുത്തുനിന്നുള്ള ഒരു പ്രതികരണമൊക്കെ എങ്ങനെയാണ്? നല്ല പ്രതികരണം. അവരോട് ഞാൻ മെസ്സേജൊക്കെ ചെയ്തായിരുന്നു. ഇപ്പം 8ാം ക്ലാസ്സിലേക്ക് ഇനി 8ാം ക്ലാസ്സിലേക്ക്. ഇപ്പം ഒരു MLAയുടെ മകളൊക്കെ ആയിട്ട് സ്കൂളിലേക്ക് ചെല്ലാൻ പോവുകയാണ്. വലിയ സന്തോഷമായിരിക്കും അല്ലേ? നല്ല സന്തോഷമുണ്ട്. മോളെങ്ങനെ പറയുന്നത്? തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് കൂട്ടുകാരോടൊക്കെ പറയുകയൊക്കെ ചെയ്തിരുന്നോ? ഞാൻ പറയുകയൊക്കെ ചെയ്തു. അവർ വോട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞു. കൂട്ടുകാരുടെ വീട്ടുകളിൽ നിന്നൊക്കെ വോട്ട് കിട്ടിയിട്ടുണ്ടല്ലോ തീർച്ചയായും? യെസ്, അതെ.
ഈ ഇലക്ഷൻ പ്രചരണത്തിനൊക്കെ കൂടെ പോവുകയൊക്കെ ചെയ്തായിരുന്നു? ആ പോയി, എവിടെയൊക്കെ പോയി? കുറേ സ്ഥലത്ത് പോയി. തീർച്ചയായും. ഇപ്പോൾ അതേപോലെ തന്നെ ഇനിയിപ്പം ഈ വൈക്കം മണ്ഡലത്തിൽ ഏതായാലും ഒരു വലിയൊരു മാറ്റമാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം അപ്പോൾ ഇനി മണ്ഡലത്തിൻ്റെ ഒരു വികസന പ്രതീക്ഷകളൊക്കെ എങ്ങനെയാണ് കാണുന്നത്? സത്യസന്ധമായി പറഞ്ഞാൽ ഇപ്പോൾ നിലവിൽ കുറേയധികം പദ്ധതികളൊക്കെ പെൻഡിങ് ആയതുണ്ട്. അത് എത്രയും വേഗം ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ അത് മാറ്റി കൊടുക്കണം. അതിനോടൊപ്പം തന്നെ ഇവിടെ ടൂറിസം, ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, നമ്മളിരിക്കുന്നതിന് തൊട്ടപ്പുറത്ത് തന്നെ ടൂറിസവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു മേഖലയാണ് വൈക്കം. കാർഷിക മേഖല ഏറ്റവും പ്രധാനപ്പെട്ട ഈ അപ്പർ കുട്ടനാടൻ മേഖലയുമായി ബന്ധപ്പെട്ട് കാർഷികമായി ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നൊരു സ്ഥലമാണ്. അപ്പോൾ അതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാവണം എത്രയും വേഗം. പാവപ്പെട്ട ഞാനൊരു കർഷക തൊഴിലാളിയുടെ മകനാണ്, ഞാനും അടക്കം കൊയ്യാനൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടെ ഉള്ള ഒരു മില്ലുണ്ട്, നമുക്ക് സർക്കാരിൻ്റെ തലത്തിലുള്ള വെച്ചൂർ റൈസ് മില്ല്, മോഡേൺ റൈസ് മില്ലുണ്ട്. അവിടെയൊക്കെ നെല്ല് എടുക്കാതെ, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ പ്രദേശത്തുള്ള നെല്ലുകളെടുത്ത് അവരെ സഹായിക്കുന്നതിന് പകരം പലപ്പോഴും നെല്ല് എടുക്കാൻ സംഭരിക്കാൻ അവർ തയ്യാറാകാത്ത അവസ്ഥയ്ക്ക് വരുമ്പോൾ നമ്മൾ സമരം ചെയ്യാൻ പോയിട്ടുണ്ട്. അപ്പോൾ ഈ കാർഷിക മേഖലയ്ക്ക് ഒരു ഊന്നൽ നൽകിക്കൊണ്ട് അവരെ ചേർത്ത് നിർത്തി മുമ്പോട്ട് പോകണം. അതിനോടൊപ്പം തന്നെ ഈ ടൂറിസവുമായി ബന്ധപ്പെട്ട് അതിനകത്ത് ഏത് സാധ്യതയും പരിശോധിച്ച് അവർക്ക് ഇവിടെയുള്ള വാണിജ്യമായും സാംസ്കാരികമായും ഒക്കെ ബന്ധപ്പെടുത്തി ഒരു പുതിയ കുറേയധികം തലമുറയിൽപ്പെട്ട ഏറ്റവും അതിനകത്ത് ഏതൊക്കെ തലത്തിൽ ആരെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ അവരെയൊക്കെ സപ്പോർട്ട് ചെയ്ത് മുമ്പോട്ട് പോകണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതിനോടൊപ്പം തന്നെ ജനങ്ങൾക്ക് വേണ്ട റോഡുകളും പാലങ്ങളും ഒക്കെ ഏറ്റവും അടിയന്തരമായി അത്യാവശ്യമായി എത്തിക്കേണ്ടത് ഒന്നുണ്ട്. അതുകൂടാതെ ഒരു വരുമാന സ്രോതസ്സില്ലാത്ത ഒരു പ്രദേശമാണ്. ഇവിടെ കാർഷിക മേഖലയോടൊപ്പം തന്നെ മത്സ്യത്തൊഴിലാളി സമ്പത്തുള്ള ഒരു പ്രദേശമാണ്. മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യം കിട്ടുന്നില്ല. അത് തോടുകളെ, അതായത് കനാലുകളുടെ ആഴം കൂട്ടാൻ അത് വലിയ ഒരു ബൃഹത് പദ്ധതിയായിട്ട് വരേണ്ടതാണ്. കാരണം അതിന് സാമ്പത്തികമായി പ്രോജക്റ്റ് എമൗണ്ടൊക്കെ വളരെ വലിയൊരു കാര്യം. അത് കാർഷിക മേഖലയെ സഹായിക്കും. ശുദ്ധജലം ലഭ്യത ഉറപ്പുവരുത്തുന്നതിന് അത് സഹായിക്കും. ഡീപ്പനിങ് വന്നു കഴിഞ്ഞാൽ വൈക്കത്തെ എനിക്ക് മാറ്റിയേ തീരുള്ളൂ. തീർച്ചയായും വൈക്കത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന വിധത്തിൽ അവരാഗ്രഹത്തിനനുസരിച്ചാണ് എന്നെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. ആ ആഗ്രഹത്തിനനുസരിച്ച് ചലിക്കുവാൻ അല്ലെങ്കിൽ പ്രവർത്തിക്കുവാൻ ഞാൻ ശ്രമിക്കും മാക്സിമം. തീർച്ചയായും സാധാരണക്കാരുടെ ഇടയിലൂടെ പ്രവർത്തിച്ച് വളർന്നു വന്ന ഒരു നേതാവാണ് കെ ബിനിമോൻ. മുമ്പ് തലയാഴം പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു. പിന്നെ പല പല ചുമതലകൾ വഹിച്ച് പാർട്ടിക്കൊപ്പം നിന്ന് വളർന്നു വന്ന ഒരു നേതാവാണ്. അതുകൊണ്ട് തന്നെ നാടിനെപ്പറ്റി വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. നാടിൻ്റെ വികസന ആവശ്യങ്ങൾ എന്താണെന്ന് അദ്ദേഹത്തിന് വ്യക്തമായി അറിയാം. ആളുകളുമായുള്ള ബന്ധത്തിലൂടെ ഇനിയും വരും നാളുകളിൽ എന്തൊക്കെ ആവശ്യങ്ങൾ നേടിയെടുക്കണമെന്നുള്ളത് തീർച്ചയായും മനസ്സിലാക്കിയെടുക്കാനും അദ്ദേഹത്തിന് കഴിയുമെന്ന് ഉറപ്പാണ്. ഏതായാലും വൈക്കത്തൊരു മാറ്റമുണ്ടായിരിക്കുന്നു. ആ ഒരു മാറ്റത്തിൻ്റെ നല്ലൊരു ഗുണഫലം വൈക്കത്തിന് നൽകാൻ അല്ലെങ്കിൽ നേടിയെടുത്ത് കൊടുക്കാൻ അദ്ദേഹത്തിനും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. വൈക്കത്തു നിന്നും ക്യാമറമാൻ ജിത്തുകൃഷ്ണനൊപ്പം പ്രശാന്ത് ജോസഫ്, അമൃത ന്യൂസ്.